ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ ഭാഗവതം സ്കന്ധം 3 ചാപ്റ്റർ 16 നോക്കാം. നമ്മൾ ചാപ്റ്റർ 15 നമ്മൾ പറഞ്ഞത് സനകാദി മുനികൾ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ജയവിജയന്മാർ, ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞുവെന്നും അങ്ങനെ തടഞ്ഞപ്പോൾ സനകാദി മുനികൾ അവർ കോപം കൊണ്ട് ജയവിജയന്മാരെ നിങ്ങൾ ഭൂമിയിൽ ദുഷ്ടന്മാരായിട്ട് അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ആ സനകാദി മുനികളാണ് കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് അസുരന്മാരായിട്ട് പിന്നീട് ജനിച്ച ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പോൾ ഇവിടെ സനകാദി മുനികൾ പിന്നെ അതിനുശേഷം ഭഗവാനെ സ്തുതിക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ കണ്ടത്, ചാപ്റ്റർ 15. അപ്പോൾ ജ്ഞാനവും ഭക്തിയും കലർന്നതാണ് സനകാദി മുനികളുടെ ആ ഒരു സ്തുതി എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, അപ്പോൾ എൻ്റെ ഭഗവാൻ എന്നിട്ട് മുനികളോട് പറഞ്ഞത്രേ, എൻ്റെ ഭൃത്യന്മാർ ചെയ്ത ധിക്കാരം ഞാൻ മനസ്സിലാക്കുന്നു. അത് അവർ ചെയ്തത് വിജയന്മാർ ചെയ്തത് ഒരു ധിക്കാരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭൃത്യന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, സംരക്ഷിച്ചില്ല. അതാണ് അവിടെ നമുക്കൊരു തത്വമുണ്ട്. നമ്മളൊരു യജമാനൻ ഒരു ഭൃത്യനെ അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം. നമ്മുടെ ലോകത്ത് അതാണ് ഇല്ലാത്തത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമുണ്ടാകും. നമ്മുടെ ലോകത്ത് ഒരു യജമാനായിട്ടിരിക്കുന്ന ഒരാൾ തൻ്റെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, അവർ തെറ്റ് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് അധർമ്മം ലോകത്ത് കൂടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോകത്ത് അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആ ശിഷ്യരെ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുമ്പോഴാണ് അവിടെ ആ യജമാനൻ്റെ ആ ഒരു ഔന്നത്യം, ഒരു ശ്രേഷ്ഠത കൂടുന്നത്. അപ്പോൾ പറഞ്ഞു, സ്വന്തം സ്വാമി ഭൃത്യനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് ആളുകൾ പറയുമെന്ന് ഭഗവാൻ പറയുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പറയുന്നു, ഈ ജയവിജയന്മാർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഭൃത്യരെ കൊണ്ട് ചെയ്യിച്ചതാണെന്നല്ലേ ലോകം പറയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ദോഷം അവർക്ക് കിട്ടുന്നതിൽ എനിക്ക് വിഷമവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ പറയുന്നു, എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും എന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അത് നിലനിർത്തുന്നത് നിങ്ങളെപ്പോലുള്ള സനകാദി മുനികളെ പോലുള്ള ബ്രാഹ്മണരാണ്. അപ്പോൾ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പോൾ പറയുന്നു, നിങ്ങളുടെ പാദധൂളികൾ ഇവിടെ പതിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളും നശിച്ചിരിക്കുന്നു. അപ്പോൾ പറയുന്നു, ബ്രാഹ്മണരെ ഭജിക്കുന്നത് ജ്ഞാനകാന്ഡം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ പല യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മകാന്ഡം എന്നും പറയുന്നു. ജ്ഞാനത്തിലൂടെയാണ് ഭഗവാനെ നേടാൻ കഴിയുള്ളൂ എന്നാണ് തത്വം. പിന്നെ മാത്രമല്ല, ഭഗവാന്റെ 2 മുഖങ്ങളാണ് അഗ്നിയും ബ്രാഹ്മണനും. അപ്പോൾ യജ്ഞം കൊണ്ട് യജ്ഞത്തിൽ ഹോമിക്കുന്ന നെയ്യും ഹവിസും എല്ലാം അഗ്നിയായ മുഖത്തിലൂടെ ഭഗവാനിൽ എത്തിച്ചേരുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണർക്ക് നൽകുന്ന അന്നദാനം. അതിന് പരമശ്രേഷ്ഠമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് അന്നദാനം നൽകുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അന്നദാനം, മഹാദാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിൻ്റെയൊക്കെ കാര്യം ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി പറയുന്നത് എൻ്റെ പാദതീർത്ഥം. ഭഗവാൻ ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സനകാദി മുനികൾക്ക്. എൻ്റെ പാദതീർത്ഥമാണ് ഗംഗാജലം. ആ ഗംഗ ഉദ്ഭവിക്കുന്നത് പരമശിവൻ്റെ ശിരസിൽ നിന്നാണ്. അപ്പോൾ ആ പാദതീർത്ഥം ശിവനെ പോലും പരിശുദ്ധനാക്കുന്നു. അപ്പോൾ ആ ബ്രാഹ്മണരുടെ പാദധൂളിയെ ഞാൻ ശിരസ ധരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണരുടെ പാദധൂളി എൻ്റെ കിരീടത്തിന് സദൃശ്യമാണെന്ന്. അപ്പോൾ ബ്രാഹ്മണരുടെ പാദം ഭഗവാൻ കിരീടത്തിലാണ്, പാദത്തിൻ്റെ പൊടി ഭഗവാൻ കിരീടത്തിലാണ് അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഭഗവാനെ ഏറ്റവും ഇഷ്ടം ജ്ഞാനികളെയാണെന്ന് പറയും. അതായത് ബ്രാഹ്മണരെ, ജ്ഞാനം നൽകുന്നവരാണ്, അറിവ് നൽകുന്നവരാണ് ബ്രാഹ്മണർ. അപ്പോൾ ജ്ഞാനിയെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോൾ
ജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളും അയാളാണ്. അപ്പോൾ പറയുന്നു, എൻ്റെ ഭൃത്യന്മാരിതൊന്നും അറിയാതെ നിങ്ങളെ അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പിന്നെ എനിക്കതിൽ വിഷമമില്ല എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ വാക്ക് കേട്ട് സനകാദി മുനികൾക്ക് തൃപ്തിയൊന്നും വന്നില്ല. എന്നാലും അവർ കൈകൂപ്പിക്കൊണ്ട് അവർ പറയുന്നു, അങ്ങ് ബ്രാഹ്മണരെ വളരെയധികം ആരാധിക്കുകയും ദൈവമായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ ബ്രാഹ്മണർ അങ്ങയെ പരമാത്മാവും ദൈവവുമായിട്ട് ആരാധിക്കുന്നു. അപ്പോൾ ഭഗവാൻ ബ്രാഹ്മണരെ ആരാധിക്കുന്നു ദൈവമായിട്ട്, എന്നാൽ ബ്രാഹ്മണർ തിരിച്ച് ഭഗവാനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. അപ്പോൾ പറയുന്നത് ഈ നമ്മൾ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെ 4 വർണ്ണങ്ങൾ കർമ്മം കൊണ്ടാണ്, അല്ലാതെ ജന്മം കൊണ്ടല്ല എന്ന് നമ്മുടെ വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ 4 വർണ്ണാശ്രമങ്ങൾ. അപ്പോൾ ഈ സനാതന ധർമ്മം എന്നും നിലനിൽക്കുന്ന ഈ ധർമ്മവും അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ യോഗികൾക്ക് അങ്ങയുടെ പിന്നെ എന്താ പറയുക അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ ഈ സംസാര ദുഃഖത്തെയൊക്കെ വേഗം തരണം ചെയ്യാം എന്ന് ഉള്ള ഒരു കാര്യം പറയുന്നു. പിന്നെ പറയുന്നു, അങ്ങ് ഭഗവാൻ ലക്ഷ്മി ഭഗവാന്റെ കൂടെ മാറിടത്തിലിരിക്കുന്ന ലക്ഷ്മിയേക്കാളും ഭഗവാൻ ഇഷ്ടം ബ്രാഹ്മണരെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ 3 യുഗങ്ങളിലും ധർമ്മരക്ഷാർത്ഥമാണത്രേ ഭഗവാൻ അവതരിച്ചത്. പിന്നെ വേറൊരു ഇത് പറയുന്നു, ശ്രേഷ്ഠനായ അങ്ങ് ആരെ ആദരിക്കുന്നുവോ അവരെ ലോകം ആദരിക്കുന്നു. ഒരുപാട് തത്വങ്ങൾ ഈ അടങ്ങിയതാണ് ഈ ചാപ്റ്റർ. ഭഗവാൻ ആരെയാണ് ആദരിക്കുന്നത് അവരെ ലോകം ആദരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആ ഒരു. അപ്പോൾ ഭഗവാന്റെ ആദരവിന് നമ്മൾ പാത്രീഭൂതരാവണം, അപ്പോഴാണ് ലോകം അയാളെ ആദരിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രേഷ്ഠനായിട്ടുള്ള ആളുടെ കർമ്മത്തെയാണ് ലോകം പ്രമാണമാക്കി എടുക്കുന്നത്, അതിലൂടെ വേദവും നിലനിൽക്കും എന്ന് പറയുന്നു. പിന്നെ ഈ ദ്വാരപാലകന്മാർ ചെയ്ത പ്രവൃത്തി ഉചിതം അല്ല, എന്നാലും അങ്ങ് പിന്നെ ആ ശാപം, അവർക്ക് നൽകിയ ശാപം, അതിന് ഭഗവാൻ പറയുന്നു അത് ആ ഒരു ശിക്ഷ ഉചിതം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഈ ശാപം, ഇപ്പം സനകാദി മുനികൾ കൊടുത്ത ശാപം യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്നത് ഞാൻ തന്നെ കൊടുത്ത ശാപമാണ് എന്നാണ് പറയുന്നത്. അതിൽ ദോഷമില്ല. അവർ രണ്ടുപേരും അസുരജന്മം എടുക്കുമ്പോൾ അവരിലൊരു ക്രോധഭാവം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ക്രോധഭാവത്തിൽ തന്നെ അവർ ഉറപ്പിക്കട്ടെ. ആ ശത്രുതാഭാവത്തിൽ ഭഗവാനെ സ്മരിക്കുമ്പോൾ അതിന് കുറച്ച് ശക്തി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന ആളുകളില്ല, അവരുടെ ആ ഒരു ഭാവത്തിലൂടെയും അവർക്ക് ഭഗവാനിൽ എത്തിച്ചേരാമെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ആ ഒരു ശ്രേഷ്ഠതയാണ് ഈ ഒരു ഹിന്ദു ധർമ്മങ്ങളുടെ. പിന്നെ പറയുന്നത് ശത്രുവിന് പോലും ഭഗവാനെ നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം അവർ എന്നും അവരുടെ ഈ ജന്മം മുഴുവൻ അവർ ശത്രുതാ മനോഭാവത്തിൽ എന്നെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സ് ഈ ഭഗവാനിൽ ഉറച്ചു നിൽക്കും, ശത്രുവായിട്ട് പോലും ഉറച്ചു നിൽക്കും. അതുകൊണ്ട് കോപവും ശത്രുതയും ഉണ്ടാവും എന്നതിനെക്കുറിച്ച് വിഷമം വേണ്ട. ആ ദ്വേഷഭക്തിക്ക്, ആ ശത്രുത മനോഭാവത്തിനും ഒരു ശക്തി കൂടുതലാണ്. അതുകൊണ്ട് അവർ ശീഘ്രം എന്നെ പ്രാപിക്കുമെന്ന് വളരെ ഒരു രസകരമായൊരു തത്വം ഭഗവാൻ പറയുന്നു. പിന്നെ പറയുന്നു, പിന്നീട് ജയവിജയന്മാരോട് പറയുന്നു, നിങ്ങളതുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളിങ്ങനെ ശപിച്ചു ജയവിജയന്മാരെ, നിങ്ങൾ ജയവിജയന്മാരോട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലേക്ക് പോകുവിൻ, നിങ്ങളുടെ ഈ ശാപത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് ഇതാണ് വഴി, നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയുന്നു, പണ്ട് ലക്ഷ്മി ദേവി എന്നെ കാണാൻ വന്നപ്പോൾ നിങ്ങൾ ഒരിക്കലും ലക്ഷ്മിയെ തടഞ്ഞു, അപ്പോഴും നിങ്ങൾക്ക് കിട്ടേണ്ടതും കൂടെയാണ് ഈ ശാപം, അപ്പോൾ ഈ ശാപം അതിൻ്റെയും കൂടെ ഫലമാണ് എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഈ ജയവിജയന്മാർ ബ്രാഹ്മണ ശാപത്താൽ, സനകാദി മുനികളുടെ ശാപത്താൽ വൈകുണ്ഠത്തിൽ നിന്നും സർവ്വ ഐശ്വര്യവും ശോഭയും ഒക്കെ നശിച്ച് താഴോട്ട് പതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ദേവന്മാരപ്പോൾ ആ സമയത്ത് കഷ്ടം എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു എന്നും
ആ രണ്ട് ജയവിജയന്മാരാണ് ഹിരണ്യകശിപുവുമായിട്ടും ഹിരണ്യാക്ഷനുമായിട്ട് കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് ഈ ഭൂമിയിൽ ഇരട്ടകളായിട്ട് ജനിക്കാൻ പോകുന്ന അസുരന്മാർ എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ജനനം ഈശ്വര നിശ്ചയമാണ്, അതിനാൽ പ്രതിവിധിയും ഭഗവാൻ തന്നെ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ മറ്റുള്ള ദേവന്മാരെ സമാധാനിപ്പിക്കുന്നു. അത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുറേ ലോകത്തിൻ്റെ കുറേ തത്വങ്ങളും ഉണ്ട്. അപ്പോൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യാനം. ജന്മാദ്യസ്യേതോ അന്വയാദിതരതശ്ചാത്വേഷ ഭക്തസ്വര തേനേ ജന്മാദ്യസ്യേതോ അന്വയാദിതരതശ്ചാത്വേഷ വിജ്ഞസ്വര തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത് സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ഷോഡശോധ്യായ. ചാപ്റ്റർ 16, സ്കന്ധം 3. ശ്രീ ബ്രഹ്മോവാച. ഇതി തദ്ഗണതാം തേഷാം മുനീനാം യോഗധർമ്മിണാം പ്രതി നന്ദ്യ ജഗാദേദം വികുണ്ഠനിലയോ വിഭുഃ. ശ്രീ ഭഗവാനുവാച. ഏതൗ തൗ പാർഷദോ മഹ്യം ജയോ വിജയ ഏവ ച കദർത്തീകൃത്യ മാം യദ്വാ ബാഹ്വക്രാദാമതിക്രമം യസ്വേദോയോർധൃതോ ദണ്ഡോ ഭവദ്ഭിർമാമനുവ്രതൈ സ ഏവാനുമതോ അസ്മാഭിർമുനയോ ദേവഹേളനാദ് പ്രസാദയാമി അദ്യ ബ്രഹ്മദൈവം പരം हि मे തദ്ദീത്യാത്മകൃതം മന്യേ യത് സ്വം പുംഭിർ അസത്കൃതാഃ എന്നാമാനി ച ഗൃഹ്ണാതി ലോകോ ഭൃത്യേ കൃതാഗസി സോ അസാധുവാദ തത്കീർത്തിം ഹന്തി ത്വജം ഇവ ആമയഃ. യസ്യാമൃതാമലേശ ശ്രവണ അവഗാഹഃ സദ്യ പുനാതി ജഗദാ ശുഭജാത് വിഗുണ്ഡഃ. സോ അഹം ഭവദ്ഭ്യ ഉപലബ്ധസുതീർത്ഥകീർത്തിഃ ചിന്ധ്യാം സുബാഹും അഭി വാ പ്രതികൂലവൃത്തിം യത്സേവയാചരണപത്ന പവിത്രരേണും സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീർവിരക്തമപി മാം വിജഹാതി യസ്യ പ്രേക്ഷാലവാർത്ഥ ഇതരേ നിയമാൻ വഹന്തി. നാഹം തദാത്മേജമാനഹവിർവിധാനേ ചോദദ് ഘൃതപ്ലുതമഹൻ ഹുതഭുഗ്മുഖേന യദ്ബ്രാഹ്മണസ്യ മുഖദശ്ചരതോ അനുഘാസം തുഷ്ടസ്യ മയ്യവഹിതൈർ നിജകർമ്മപാകേ. യേഷാഭിപർമ്യഹം അഖണ്ഡവികുണ്ഠയോഗ മായാവിഭൂതിർ അമലാഗ്രി രജക്കിരീടൈ വിപ്രാം സ്തുകോന വിഷഹേദർഹണാംബ സദ്യ പുനാതി സഹചന്ദ്ര ലലാമ ലോകാൻ ഏമേ തനോർദ്ദിജവരാൻ ദുഹുതീർമദീയ ഭൂതാന്യലബ്ധശരണാനി ച ഭേദബുദ്ധ്യാ ദ്രക്ഷ്യന്തി അഖക്ഷത ദൃശോ ഹ്യഹിമന്യവസ്താൻ രുദ്രാരുഷാ മമ കുഷന്തി അധീദണ്ഡനേതുഃ. ഏ ബ്രഹ്മണാന്മയി ദിയാക്ഷിപതോർ അർച്ചയന്ത സ്തുഷ്യന്ദ്രുത സ്മിത സുദോക്ഷിതപത്മവക്ത്രാഃ വാണ്യാനുരാഗകലയ ആത്മജവത് ഗൃണന്ത സംബോധയന്തി അഹമിഹവാഹം ഉപഹൃതസ്ഥൈ. തന്മേ സ്വഭർത്തുരവസായമലക്ഷമാണോ യുഷ്മദ്വ്യതിക്രമ ഗതിം പ്രതിപദ്യ സദ്യഃ ഭൂയോ മമാന്തിക ഇതാം തദനുഗ്രഹോ മേ കൽപ്പതാം അവിരതോ ഭൃതയോർവിവാസഃ. ശ്രീ ബ്രഹ്മോവാച. അതത്തസ്യോഷധീം ദേവീം ഋഷികുല്യാം സരസ്വതീം നാസ്വാദ്യ മനുദഷ്ടാനാം തേഷാം ആത്മാഭി അതൃപ്യത. സദീം വ്യാദായ ശൃണ്വന്തോ ലഘ്വീം ഗുർവർത്ഥഗഹ്വരാം വിഗാഹ്യ അഗാധഗംഭീരാം ന വിദുസ്തത്ചികീർഷിതം. തേ യോഗമായയാ ആരബ്ധ പരമേഷ്ട്യമഹോദയം പ്രോജുപ്രാഞ്ജലയോ വിപ്ര പ്രഹൃഷ്ടാക്ഷുഭിതത്വജഃ. ശ്രീർഷയോജു ന വയം ഭഗവാൻ വിദ്മ സ്തവദേവ ചികീർഷിതം കൃതോ മേ അനുഗ്രഹശ്ചേതി യദധ്യക്ഷ പ്രഭാഷതേ.
പ്രഭാഷസേ ബ്രഹ്മണ്യസ്യ പരം ദൈവം ബ്രഹ്മണാ കില തേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവാനാത്മദൈവതം ത്വത്തഃ സനാതനോ ധർമ്മോ രക്ഷതേ തനുഭിസ്തവ ധർമ്മസ്യ പരമോ ഗുഹ്യോ നിർവികാരോ ഭവാൻ മദഃ തരന്ദേഹ്യഞ്ച സാമർത്ഥ്യം നിവൃത്തായതനുഗ്രഹാത് യോഗിനഃ സ ഭവാൻ കിംസിദ് അനുഗൃഹ്യേത യത്പരൈഃ യം വൈ വിഭൂതിരുപയാദി അനുവേല്യമാനൈർ അർത്ഥാർത്ഥിഭിസ്വശിരസാധൃതപാദരേണുഃ ധന്യാർപ്പിതാംഘ്രിതുളസീനവധാം അധാംനോ ലോകം മധുവ്രത പഥേരിവ കാമയാന യസ്ത്വാം വിവിക്തചരിതൈരനുവർത്തമാനം നാദി അദ്രിയാത് പരമ ഭാഗവത പ്രസംഗഃ സത്വം ദ്വിജ അനുപദ പുണ്യരജ പുനീതഃ ശ്രീവത്സലക്ഷ്മ്യ കിമഗാഭഗ ഭാജനസ്ത്വം ധർമ്മസ്യ തേ ഭഗവതസ്ത്രിയുഗ സ്ത്രിഭിർസ്വൈഃ പദ്ഭിശ്ചരാചരമിദം ദ്വിജദേവതാർത്ഥം നൂനം ഭൃതം തദ് അഭിഘാതി രജസ്തമശ്ച സത്വേന നോ വരധയാ തനുവാ നിരസ്യ ന ത്വം ദ്വിജോത്തമകുലം യദിഹ ആത്മഗോപം ഗോപ്താ വൃഷാ സോർഹണേന സസൂനൃതേന തർഹ്യേവ നംക്ഷ്യതി ശിവസ്തവ ദേവ പന്ഥാ ലോകോ അഗ്രഹീഷ്യത് ഋഷഭസ്യ ഹി തത്പ്രമാണം തത്തേ അനഭീഷ്ടമിവ സത്വനിധേർവിദിത്സ്വ ക്ഷേമം ജനായ നിജശക്തിഭിർ ഉദ്ധൃതാരേഃ നൈതാവതാ ത്രതിപതൈർബധ വിശ്വഭർത്തോ തേജഃശതം അവനതസ്യ തേജഃശതം ത്വവനതസ്യ സദേ വിനോദഃ തേജഃശതം ത്വവനതസ്യ സദേ വിനോദഃ യം വാനയോർധമദീശ ഭവാൻ വിദത്തേ വൃത്തിം നുവാ തദനുമൻ महिर्व्यलीकम् अस्मासु वाय उजितो ध्रियतां सदण्डो ये अनागसौ वयम् अयुङ्क्ष्महि किल्बिषेण श्रीभगवानुवाच एतौ सुरेतरगतिं प्रतिपद्य सद्य संरम्भसम्प्रतसमाधि अनुबद्धयोगो भूयः सकाशमुपयास्यत आशुयो वा शापोमयैव निमितस्तद വൈദ വിപ്രാഹ ശ്രീഭഗവാനുവാച അദതേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം നൃപം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മു പ്രമുദിതാ ശംസന്തോ വൈഷ്ണവീം ശ്രിയം ഭഗവാൻ അനുഗാവാഹ യാദം മാം ഭൈഷ്ടമാസ്തു ശം ബ്രഹ്മതേജസ്സം അർത്ഥോഭി ഹന്തും നേച്ചേ മദം തുമേ ഏതത്പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാവവാരിതാദ്വാരി വിശന്തി മയ്യുഭാരതേ മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേന അൽപീയസാ പുനഃ ദ്വാസ്താവദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ദിക്ഷ്ണ്യമാവിശത് തൗ തു ഗീർവാണർഷഭൗ ദുസ്തരാധരിലോകതഃ ഹതശ്രിയോ ബ്രഹ്മശാപാദഭൂതാംവിക ദസ്മയൗ തദാ വിഗുണ്ഡധിഷണാത് തയോർനിപതമാനയോ ഹാഹാകാരോ മഹാൻ ആസീദ് വിമാനഗ്രേഷു പുത്രകാഃ താവേവ ഹ്യധുനാ പ്രാപ്തോ പാർഷദപ്രവരോ ഹരേഃ ദ്വിജൈർജഠരനിർവിഷ്ടം കാശ്യപം തേജ ഉദ്ഭനം തയോരസുരയോരധ്യ തേജസായമയോർഹിവഃ ആക്ഷിപ്തം തേജ ഏതർഹി ഭഗവാൻസ്തദ്വിദിത്സതി വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ വിശ്വസ്യ സ്ഥിതിലയോ ഉദ്ധദ്ഭവഹേതുരാദ്യോ യോഗേശ്വരൈരഭി ദുരത്യയോഗമായഃ ക്ഷേമം വിദാശ്രതി ന സനോ ഭഗവാൻ സ്ത്രദീശ തത്ര അസ്മദീയ വിമൃശേന കിയാൻ ഇഹ അർത്ഥഃ. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഷോഡശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു ചാപ്റ്റർ 16 സ്കന്ധം 3 ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.